ഹായ്, നമ്മളിന്ന് ഒരു നെറ്റ് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അളവും ആവശ്യമുള്ള തുണികളും ഒക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നെറ്റ്, സാറ്റിൻ ലൈനിങ്, കോട്ടൺ ലൈനിങ്, അളവ് ഒക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അളവാണ് കേട്ടോ, ഒരു കുട്ടിയുടെ ദേഹത്ത് നമ്മൾ എടുത്തതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം അതിൻ്റെ ബോഡി ഇറക്കം 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 15 അടയാളപ്പെടുത്തി. അപ്പം നമ്മൾ 6.25 ഷോൾഡർ, 6.25 ഷോൾഡർ ഇട്ടു. അതേ 6.25 തന്നെ നമ്മൾ കൈക്കുഴിക്കും വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് എടുക്കുന്ന ഷോൾഡറിൻ്റെ അത്രയും തന്നെ നമുക്ക് കൈക്കുഴി വരച്ചാൽ കറക്റ്റ് കൈക്കുഴി കിട്ടും. ഒരു 10% പേർക്കൊക്കെ അത് അങ്ങനെ അല്ലാതാകുന്നുള്ളൂ. പരമാവധി ഇങ്ങനെ തന്നെയാണ് കിട്ടല്. അപ്പം ഞാൻ അത് കൈക്കുഴി വരയ്ക്കുകയാണ്. കൈക്കുഴി വരയ്ക്കാനുള്ള ചതുരം വരച്ച് ഇനി നമ്മൾ അതിനകത്ത് 8.25 ഈ കുട്ടിയുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ ആ 8.25 ഞാൻ ഇടുന്നത്. 8.25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റ് 31ആണ്. 31ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4/1 8.25. അപ്പോൾ 31, 4, 35, 35ൻ്റെ 4/1. വേസ്റ്റ് അതിൻ്റെ 26ആണ്. 3 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4/1 ഇടുക. അപ്പം ഞാനിപ്പോൾ ഈ 3 അളവ് അടയാളപ്പെടുത്തുന്നത്, ഒന്ന് വേസ്റ്റിൻ്റെ 7.25, ഒന്ന് 1 ഇഞ്ച് ടക്ക് പിടിക്കാനും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ കൈക്കുഴി വരച്ചു. അപ്പോൾ ഇതെല്ലാം ഞാൻ ആം ഹോൾ കർവ് വെച്ച് ചെയ്യുന്നത്, അത് സ്ഥിരം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് 7.5 കൈക്കുഴി, കറക്റ്റ് നമുക്ക് 7.5 കിട്ടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ സൈഡ് വരയ്ക്കുകയാണ്. നമ്മൾ സൈഡ് തയ്യൽ തുമ്പും വെട്ടാനുള്ള വരയും വരച്ചു. അത് കഴിഞ്ഞ് 1 ഇഞ്ച് നമ്മൾ അടിയിൽ വേസ്റ്റിൻ്റെ അവിടെ ഷേപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഉടുപ്പ് ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഷേപ്പ് കൊടുത്താലാണ് നമ്മുടെ ആ സൈഡ് തൂങ്ങാതിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഷേപ്പ് കൊടുക്കുന്നത്. ഇനി ഞാൻ വെട്ടിയെടുക്കുകയാണ്. ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്താണ് കേട്ടോ നമ്മൾ വെട്ടുന്ന. കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. കോട്ടൺ ലൈനിങ്ങിൽ വേണം വെട്ടിയെടുക്കാൻ. പിന്നെ വേണം നമ്മൾ സാറ്റിനും നെറ്റും ഒക്കെ അതിനകത്ത് ചേർക്കാൻ. അപ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ് നമുക്ക് കറക്റ്റായിട്ട് അതിലേ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്ത് കൈ കുഴിച്ച് വെട്ടുകയാണ്. അപ്പോൾ കൈ കുഴിച്ച് വെട്ടുന്നു. അപ്പോൾ ഈ കൈ കുഴിച്ച് വെട്ടിയിട്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സിനും, പരമാവധി എല്ലാ ഡ്രസ്സിനും നമ്മൾ ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടണം. തീരെ ചെറിയ കുട്ടികൾക്ക് മാത്രം കൈ കുഴിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരുവിധം കുറച്ച് വലുതായവർക്കൊക്കെ നമ്മൾ ആ കൈ കുഴിച്ച് വെട്ടുന്നത് കുറച്ച് മുൻവശത്തെ ചുളുക്കൊക്കെ കുറച്ചൊന്ന് കുറയും. പിന്നെ ഭയങ്കര പെർഫെക്റ്റിൽ അങ്ങനെ ടൈറ്റായി നിൽക്കുന്ന ഡ്രസ്സല്ലല്ലോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ടക്ക് പിടിക്കുകയാണ്. 3.25 ഇഞ്ച് അകലത്തിൽ 5 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ആ ടക്കിനുള്ള നമ്മൾ അടയാളം ഇടുന്നത്. 3.25 ഇഞ്ചിന്. എന്നിട്ട് അപ്പുറം 1/2 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ ടക്ക് പിടിക്കുന്നത്. ആ ടക്ക് പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ഷേപ്പ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടക്ക് പിടിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പ്രിൻസസ് കട്ടിൽ വെട്ടാം. അപ്പോൾ പ്രിൻസസ് കട്ടിൽ വെട്ടാൻ അങ്ങനെ വെട്ടി തയ്ക്കുന്നത് ഉണ്ട്. പ്രിൻസസ് കട്ടിൻ്റെ ഞാൻ ഇനി ഒരു ഫ്രോക്കിൻ്റെത് ഇടാം. ഫ്രോക്കല്ല, ബ്ലൗസും ഒക്കെ ഇടുന്നുണ്ട് ഞാൻ. അതുപോലെ ഇപ്പോൾ ബ്ലൗസിൻ്റെ ഞാൻ അളവെടുക്കുന്ന ഇട്ടിട്ടുണ്ട്. കട്ടിങ്ങിൻ്റെ എനിക്ക് ഇടാൻ വേറെ കുറച്ച് തിരക്ക് പണി വന്നുകൊണ്ടാണ് എനിക്ക് കട്ടിങ് ഇടാൻ പറ്റാഞ്ഞത്. ഇപ്പം ഞാനിതാ ലൈനിങ് വെച്ചിട്ട് ഞാൻ നെറ്റും കൂടെ കൂട്ടി വെട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്തിരി എക്സ്ട്രാ വെട്ടി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കൈയാണ് വെട്ടുന്നത്. കൈ 10 ഇഞ്ചാണ്. 10ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടി ഞാൻ 11.5 അടയാളപ്പെടുത്തി. അത് ഇതിൽ കാണിച്ചിട്ടില്ല, മിസ്സായെന്ന് തോന്നുന്നു. അപ്പം 3 ഇഞ്ച് നമ്മൾ ഷേപ്പ് എടുത്തു. 3 ഇഞ്ച് ഷേപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 2 ഇഞ്ച് നമ്മൾ ക്യാപ്പ് വരച്ച് അത് നമ്മൾ വെട്ടിയെടുക്കുകയാണ് കൈ. നമുക്ക് 7.5 ഇഞ്ച് കൈക്കുഴിയിലാണ് നമ്മൾ കൈ വെട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലൊക്കെ ഇത് കാണുന്നവർക്ക്, അറിയാത്തവർക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, കമൻറ്റ് ചെയ്താൽ നമ്മളൊക്കെ ഇതൊക്കെ നമുക്ക് തനിച്ച് ഇടാന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടും കുഴിച്ച് വെട്ടി 2 സൈഡും ഇട്ടിരിക്കുകയാണ്. 2 സൈഡും ഇട്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് പാവാടയാണ്. പാവാട നമ്മൾ ഫുൾ അംബ്രല്ലയിലല്ല വെട്ടുന്നത്. ഇത് നെറ്റ് നമ്മൾ ഫ്രില്ലാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷേപ്പിലാണ് പാവാട വെട്ടുന്നത്. പാവാട എന്ന് പറയുന്നത് അടിയിലെ ലൈനിങ്, അടിയിലെ ഫ്രില്ല് വെച്ചിട്ടാണ് ബോട്ടം പീസ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ ആ ഫ്രില്ല് വെച്ചിൻ്റെ അടിയിൽ നമ്മൾ സാറ്റിനും ഫ്രില്ല് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു ഷേപ്പിൽ മേലെ പ്ലേറ്റ് ഇല്ലാതെയും താഴെ നല്ല വൈഡായിട്ടും വരുന്ന വിധത്തിലാണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. നമ്മൾ ഈ രീതിക്ക് നമ്മൾ മിഡിയൊക്കെ തയ്ക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ് നമ്മൾ അരവശം നമ്മൾ ആ ഷേപ്പ് കൊടുക്കുന്നത്. 2.5 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് 29 ഇഞ്ചാണ്, 43 ഇറക്കമുള്ള ഒരു ഇതാണ് ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ 14 ഇഞ്ച് പോയിട്ട് ബാക്കി 29 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാൻ അത് വരച്ച് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അത് വരച്ചിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഞാനത് വെട്ടിയെടുത്തു. അപ്പോൾ സാറ്റിൻ്റെ ഈ ബാക്കി വരുന്ന പീസൊന്നും ഒരിക്കലും അത് ബാക്കിയാണെന്ന് ചിന്തിക്കരുത്. അതിനകത്ത് നമുക്കിനി ടൈ വേണം, നമുക്ക് സിബ് വേറെ അതിന് വേണ്ട ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ ആ ബാക്കി വരുന്ന പീസിൽ നിന്ന് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. അപ്പം ഏത് ഡ്രസ്സാണെങ്കിലും നമ്മൾ വെട്ടി അത് തയ്ച്ച് തീരുന്നത് വരെ അതിൻ്റെ ബാക്കി പീസൊന്നും കളയരുത്. നമ്മൾ നെറ്റാണ് വെട്ടുന്നത്. നെറ്റ് ഞാൻ ആ 9.5 എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് 29 ഇഞ്ചിൽ 9 ഇഞ്ച് ഞാൻ അടിയിലേക്ക് പിന്നെ ഒരു എക്സ്ട്രാ ഫ്രില്ലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ 9 ഇഞ്ചിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 9.5 21 വേറെ പീസും വെട്ടിയെടുത്തു. അപ്പോൾ ഞാൻ അത് കാണിക്കാഞ്ഞാൽ അതിന് ഈ നമ്മൾ ലൈനിങ് വെട്ടിയ അതിൻ്റെ അത്ര തന്നെയാണ്. ഇപ്പം നമ്മളത് കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം സാറ്റിൻ ഇട്ടു, സാറ്റിൻ്റെ പുറത്ത് നെറ്റിട്ടു, നെറ്റിൻ്റെ പുറത്ത് കോട്ടൺ ഇട്ടു. അപ്പോൾ നമ്മളിത് തയ്ച്ച് മറിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മളിത് മറിക്കുമ്പം സാറ്റിൻ്റെ അടിയിലേക്ക് കോട്ടൺ ലൈനിങ് പോയിക്കോളും. അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും ഞാനിട്ടു. ബാക്കും ഫ്രണ്ടും ഞാനിട്ടു. ഇനി നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് വർക്ക് ചെയ്യേണ്ട. അപ്പോൾ ക്യാൻവാസും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര കട്ടിയാകുമ്പോൾ അതെനിക്ക് കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ ലൈനിങ് പീസിൽ കറക്റ്റായിട്ട് കഴുത്ത് വരച്ചിട്ട് ഞാൻ കഴുത്ത് സാധാരണ വെട്ടി തയ്ക്കാറില്ല, ഇങ്ങനെ വരച്ച് തയ്ക്കും, അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ക്കും. അപ്പം ഞാൻ ഇങ്ങനെയാണ് അത് തയ്ക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ സാധാരണ ചെയ്യുന്ന പോലെ അതിനോരോ കട്ടിട്ട് നമ്മൾ തിരിച്ച് വെച്ച് പ്രസ് അടിക്കുക. ഈ പ്രസ് അടിക്കുന്ന ഇതിൻ്റെയൊക്കെ ഏത് ഡ്രസ്സാണെങ്കിലും നമ്മൾ ക്യാൻവാസ് വെച്ചാലും ഇതേപോലെ നമ്മൾ പ്രസ് അടിച്ച് നീറ്റായിട്ട് തയ്ക്കുമ്പോഴാണ് കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ ആ നഖം വെച്ചൊന്ന് പോറി കൊടുക്കുമ്പോഴാണ് കേട്ടോ അത് വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റിച്ച് നമുക്ക് തെളിഞ്ഞ് നല്ല സൈഡ് ചേർത്തടിക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പം നമ്മൾ അതിൻ്റെ പ്രസ് അടിക്കുകയാണ്. അപ്പം പ്രസ് അടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് വെച്ചിട്ട് എന്താ വെച്ചാൽ സാറ്റിനാണ് ഉള്ളിൽ, അതുകൊണ്ട് നല്ലോണം പിടിച്ച് വെച്ച് തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ തെന്നിപ്പോകുമ്പോൾ കഴുത്തിൻ്റെ ആ പെർഫെക്ഷൻ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് അത് ഞാൻ ഈ കുറേശ്ശെ സ്പീഡ് കുറച്ച് ഞാനത് കാണിക്കുന്നത്, പതുക്കെ വെച്ച് ഞാൻ തയ്ച്ച് കാണിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ സൈഡെല്ലാം കോട്ടൺ ലൈനിങ് ആണ് നമ്മുടെ കറക്റ്റ് പീസ്, അതിനനുസരിച്ച് നമ്മൾ സൈഡെല്ലാം തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ബാക്കാണ് തയ്ക്കുന്നത്. ബാക്ക് നമ്മൾ തയ്ച്ച് അതേപോലെ തന്നെ ഞാൻ ഫ്രണ്ട് എങ്ങനെയാണോ വെച്ചത് അതേപോലെ ഫ്രണ്ട് ഞാൻ കഴുത്ത് 5 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് അകലമായിരുന്നു. ഇത് അതേപോലെ തന്നെയാണ്. ഇത് 3 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് അകലം. 3 ഇഞ്ചെന്ന് പറയുമ്പോൾ 6 ഇഞ്ച് വരും കേട്ടോ, അല്ലാതെ ഒരു സൈഡാണ് 3 ഇഞ്ചിന് അളവ് പറഞ്ഞത്. ഇപ്പോൾ 2 സൈഡും കൂടെ ആകുമ്പോൾ 6 ഇഞ്ചാവും. അപ്പോൾ ഇത് നമ്മൾ പ്രസ് അടിക്കില്ല. ഇത് നമ്മൾ പ്രസ് അടിക്കുന്നത് എപ്പോഴും ബാക്ക് പീസും കൂടെ നമ്മൾ ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ്. നമ്മൾ ഷോൾഡർ കാണാതെയല്ലേ കൂട്ടുക. അപ്പോൾ ഇത് ഉള്ളിലെ ലൈനിങ്ങാണ് ഞാൻ പ്രസ് അടിക്കുന്നത്, മറിച്ച് വെച്ചിട്ട് ഞാൻ പ്രസ് അടിക്കില്ല. എന്നിട്ട് ഈ ലൈനിങ്ങിൽ ഏത് കഴുത്താണെങ്കിലും നമ്മൾ ആ ലൈനിങ് പ്രസ് അടിക്കണം, എന്നാലാണ് നമ്മുടെ കഴുത്ത് പെർഫെക്റ്റോടെ വരിക. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. ബാക്ക് പീസിൻ്റെ ആ ലൈനിങ് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതിലേക്ക് ലൈനിങ് മറിച്ച് വെക്കുക. അപ്പോൾ മറിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ഷോൾഡറിലെ സ്റ്റിച്ചിങ് നമുക്ക് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് 1/2 ഇഞ്ച് ഞാൻ അവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ അവിടെ ഒട്ടിക്കണം. അതെനിക്ക് ആ 1/2 ഇഞ്ചിന് അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അളക്കാനൊന്നും നിൽക്കണ്ട. കറക്റ്റ് 1/2 ഇഞ്ചിൽ നമുക്ക് തയ്യൽ തുമ്പ് വന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് എപ്പോഴും എൻ്റെ മെഷീനിൽ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒരു ട്രിക്ക് പോലെയാണ്, കോപ്പി അടിക്കാൻ ആഗ്രഹമുള്ളവർ ചെയ്തോട്ടോ. ഒക്കെ 1 ഇഞ്ച് അകലം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പം ഞാൻ അടുത്തതും അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ പുറത്തേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് തയ്ച്ചെടുത്തു.
ഇനി നമ്മൾ അതിൻ്റെ സൈഡ് ആ കട്ടിയുള്ളവിടെ ഒന്ന് ലേശം ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നീറ്റായിട്ട് നമുക്ക് വലിച്ചു വെക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ആ സൈഡ് നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ, കഴുത്ത് നല്ല പതിഞ്ഞ് നല്ല കറക്റ്റായി വന്നു. ഇനി നമ്മൾ അതിൻ്റെ പുറത്തൂടെ പ്രസ് അടിച്ച്, അപ്പോൾ ആ ഷോൾഡറിൽ നിന്ന് നമ്മൾ പ്രസ് അടിച്ച് തുടങ്ങി അപ്പുറത്തൂടെ നമ്മൾ ബാക്ക് എടുക്കുക. ഇപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കാണിച്ചത് അത് നമുക്ക് ടക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, ടക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ 3 പീസ് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വരയിലൊന്ന് തയ്ച്ച് വെക്കുക. അപ്പം നമ്മൾ ഒരു പീസ് അല്ലാതെ നമുക്ക് 3 പീസ്, ഇപ്പം നെറ്റും സാറ്റിനും കോട്ടണും ഉണ്ട്. അപ്പോൾ ഈ 3 പീസും കൂടെ നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ നമ്മൾ മടക്കി പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കയ്യിൽ കിട്ടിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് അത് അതിനകത്ത് നമ്മൾ ആ 3 പീസും കൂടെ ചേർത്ത് ഒരു സ്ട്രെയിറ്റ് വര ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പീസും കറക്റ്റായിട്ട് തന്നെ നിൽക്കും, അതെങ്ങോട്ടും തെന്നി പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 പീസിൽ ഞാൻ ആ സ്റ്റിച്ച് ഇടുകയാണ്. അപ്പോൾ ആ 4 പീസിലും ആ സ്റ്റിച്ച് ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഫ്രണ്ടിലെ ടക്ക് നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ ടക്ക് പിടിക്കുന്നത്, ഫ്രണ്ടിലെ ടക്ക്. ബാക്കിൽ നമ്മൾ 4 ഇഞ്ചുമാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ടക്ക് 1/2 ഇഞ്ച് പിടിക്കുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് ബാക്കിലെ ടക്ക് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 1 സൈഡ് പ്രഷർ ഫുട്ടാണ്. നമുക്ക് ഡബിൾ സൈഡ് ഉള്ളപ്പോൾ നമുക്ക് ആ ഇതിൻ്റെ പല്ലിൻ്റെ പുറത്തേക്ക് നമുക്ക് കയറി പോകുമ്പോൾ തയ്ക്കുമ്പോൾ അതൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഇത് ഇൻവിസിബിൾ സിബാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പല്ലൊട്ടും നമുക്ക് പുറത്തേക്ക് കാണില്ല, നല്ലോണം പതിഞ്ഞ് ഉള്ളിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് നല്ല വശത്ത് വെച്ചാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. സാധാ സിബ് നമ്മൾ തയ്യൽ തുമ്പ് അത് ചീത്ത വശത്ത് വെച്ചിട്ടാണ് തയ്ക്കുക. ഇത് നമ്മൾ ഇൻവിസിബിൾ എപ്പോഴും നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കുക. അപ്പം നമ്മുടെ ഇതൊക്കെ ഒരുപാട് നല്ല എല്ലാ ഡ്രസ്സിലും ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്ന ഫ്രോക്കിലും ചുരിദാറിലും ഒക്കെ ഇപ്പോൾ ഇൻവിസിബിൾ സിബാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് തുറന്നു പോകില്ല. അതേപോലെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികവും ഇൻവിസിബിൾ തന്നെയാണ് ഇപ്പോൾ അധികം വരുന്നത്. ഞാനും പരമാവധി കളർ ഏതെങ്കിലും കിട്ടാതെ വന്നാൽ മാത്രമേ ഞാനും സാധാ സിബ് വെക്കാറുള്ളൂ. അല്ലാതെ ഞാൻ ചുരിദാറിനാണെങ്കിലും ഫ്രോക്കിനാണെങ്കിലും ചോളി ടോപ്പിനാണെങ്കിലും അങ്ങനെയൊക്കെ സിബ് വെക്കേണ്ടതിന് അധികവും ഞാൻ ഇത് തന്നെയാണ് വെക്കുക. അപ്പോൾ നമ്മൾ 1 സൈഡ് പ്രഷർ ഫുട്ട് വെച്ച് തയ്ക്കുമ്പോഴാണ് നമുക്ക് അത്രയും നീറ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഇതൊക്കെ സ്പീഡ് കുറച്ച് അത് നീറ്റായിട്ട് ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് തരാം കേട്ടോ. ആരെങ്കിലും അങ്ങനെ കമൻ്റ് ഇട്ടാൽ മതി, അങ്ങനെ തനിച്ച് ചെയ്യണമെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല നീറ്റായില്ലേ, അവിടെ ആ ഒരു വര മാത്രമേ ഉള്ളൂ, നമ്മുടെ സിബിൻ്റെ ഒരു പൊടി പോലും നമുക്കവിടെ കാണില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ സിബിൻ്റെ അറ്റം ഒന്ന് മടക്കി വെച്ചടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം മടക്കിയത് കണ്ടല്ലോ, അന്നേരം അതങ്ങനെ അവിടെ നല്ലോണം മടക്കി അതിനുള്ളിലേക്ക് വെച്ചിട്ട് ഒരു 2 കെട്ടിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് അവിടെ നിന്നോളും. പിന്നെ അത് പുറത്തേക്ക് തള്ളി വരുമൊന്നുമില്ല. അപ്പം വേറെ ഒരുപാട് സ്റ്റിച്ചൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, താഴേക്ക് അത്രയും നീറ്റായിട്ട്. ഇത് നമ്മൾ ബാക്കിലേക്കുള്ള ടൈ ആണ് കേട്ടോ. ബാക്കിലേക്കുള്ള ടൈ നമ്മൾ ഒരു സൈഡ് നമ്മൾ വി ഷേപ്പിൽ നമ്മൾ വെട്ടിയിട്ട് ഉൾസൈഡാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത്. അപ്പം റോങ് സൈഡ് തയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാനത് തിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഉള്ളിലേക്ക് തള്ളിവിട്ടാൽ അത് പുറത്തേക്ക് വന്നോളും. അപ്പോൾ രണ്ടും നമ്മൾ തിരിച്ചിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി എടുത്ത് ഞാനിത് സാറ്റിനിലാണ് കേട്ടോ ആ ടൈ വെക്കുന്നത്, നെറ്റ് ഞാൻ കൂട്ടുന്നില്ല. അപ്പം ഞാൻ അതാ തേച്ച് വെച്ചേക്കുന്നു. ഇതിന് നമ്മൾ ഫ്രോക്കിൻ്റെ ബാക്കിൽ വെക്കാനുള്ള. അപ്പം ഞാൻ കൈയാണ് ഇപ്പം ഞാൻ തയ്ക്കുന്നത്. നെറ്റും സാറ്റിൻ ലൈനിങ്ങും കൂടെ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞാൻ കോട്ടൺ ലൈനിങ് കൈക്ക് വെക്കുന്നില്ല. അപ്പോൾ കുറച്ച് ആ സ്റ്റിഫ്നെസ് കുറച്ച് കുറയും കോട്ടൺ വെക്കാതിരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടൺ വെക്കാതെ സാറ്റിനും നെറ്റ് മാത്രം. അപ്പോൾ അതൊന്ന് കൂട്ടി അടിച്ചിട്ട് അടിവശം ഞാൻ അടിക്കാനുള്ള 1 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് അര ഇഞ്ച് വീതം നമ്മളത് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ അര ഇഞ്ച് നമ്മൾ 2 കൈയും
പിന്നെ കറക്റ്റായിട്ട് അപ്പോൾ ആ ഒരു പിന്നെ ഇഞ്ചിൻ്റെ ആ മാർക്ക് ഇടുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. ഇനി ഇത് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നെറ്റ്, ഇതൊരു നെറ്റ് പീസാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണ് കേട്ടോ. ഈ പൂക്കളൊക്കെ ഞാൻ വെട്ടിയെടുത്താണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ ആ വർക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് വെക്കാഞ്ഞെന്ന്. അപ്പം നമ്മൾ റൈറ്റ് ഷോൾഡറിലും പിന്നെ സ്ലീവിലും ലെഫ്റ്റ് സൈഡ് പിന്നെ ഇത് ഫ്രണ്ട് പീസിൻ്റെ ലെഫ്റ്റ് സൈഡിലും കൂടിയാണ് നമ്മളത് വെക്കുന്നത്. ഇനി നമ്മൾ ആ ടൈ പിടിപ്പിക്കുകയാണ്. ഒരു 1.5 ഇഞ്ച് പിന്നെ മേലെയാണ് നമ്മളുടെ ബോഡി പീസിൻ്റെ 1.5 ഇഞ്ച് മേലെയാണ് നമ്മൾ ആ ടൈ പിടിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ സൈഡ് കൂട്ടുകയാണ്. അപ്പം ഞാൻ എപ്പോഴും സൈഡ് കൂട്ടിയിട്ടാണ് കേട്ടോ കൈ വെക്കൽ. അപ്പം ഞാൻ കൈ വെക്കുകയാണ്. പിന്നെ അതാണ് ഞാൻ ആ പൂക്കളൊക്കെ പിടിപ്പിച്ച ആ സ്റ്റിച്ചാണ് പിന്നെ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ നൂല് കാണുന്നത്. അപ്പം ഇനി ഞാൻ കൈയും കൂട്ടി നമ്മൾ പിന്നെ ബോഡിയും കൈയും കൂടെ ചേർത്ത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പിന്നെ 2 കൈയും 10 ഇഞ്ച് വീതമാണ് കേട്ടോ. പിന്നെ കൈയിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. വേറെ സാധാ കൈയാണ്, അല്ലാതെ വേറെ മോഡലൊന്നുമില്ല. ഇത് അവർ തന്ന മോഡലാണ്, ഇത് നമ്മളുടേതല്ല. ഇപ്പോൾ കണ്ടോ ബോഡി പീസിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ആയി. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെറ്റ് പിടിക്കണം. അതിപ്പോൾ 8 മീറ്റർ നെറ്റാണ്. അപ്പോൾ ആ 8 മീറ്റർ നമുക്ക് ബോഡി പീസിലേക്ക് വെച്ച് നമുക്ക് പ്ലീറ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പ്ലീറ്റ് ഇട്ട് എല്ലാ പീസും പ്ലീറ്റ് ഇട്ടെടുക്കും. എന്നിട്ട് പ്ലീറ്റ് ഇട്ട് അതിൻ്റെ ബോഡി പീസിന് കറക്റ്റാക്കി പ്ലീറ്റ് ഇട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ബോഡി പീസിലേക്ക് പിടിപ്പിക്കുക. അപ്പം ഇത് ഞാൻ മൊത്തം ബോഡി പീസിന് കറക്റ്റാക്കി ഞാൻ പിന്നെ പ്ലീറ്റ് ഇട്ടെടുത്തു. ആ പ്ലീറ്റ് ഇട്ട പീസ് ഇനി നമ്മൾ ബോഡി പീസിലേക്ക് ഞാൻ പിടിപ്പിച്ചു. ഇനി ഞാൻ ആ 9.5 ഞാനൊരു പീസ് വെട്ടിയിരുന്നല്ലോ, ആ 9.5ൻ്റെ നെറ്റാണ് ബാക്കിയാണത്. അത് ഞാൻ അടിയിലേക്ക് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടുപ്പ് കാണാം.